ജിയും തെറികളും. രണ്ടാമതായി ഞാൻ ജിയെ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം ഒരു ടെലിവിഷൻ ചർച്ചയിൽ പാനലിസ്റ്റായിട്ടിരുന്ന് അജിത് ഡോവൽ നടത്തുന്ന തന്ത്രപരമായ ഇടപെടൽ മൂലം പാകിസ്ഥാനിൽ നിന്ന് 2 കൊല്ലത്തിനകം ബലൂചിസ്ഥാൻ വിട്ടുപോകുമെന്ന പ്രവചനം നടത്തുകയായിരുന്നു. ഏഷ്യാനെറ്റിലായിരുന്നു എന്നാണ് ഓർമ്മ. എല്ലാ ചാനലുകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു ജി അക്കാലത്ത്. അദ്ദേഹം പറയുന്ന കാര്യത്തിലല്ല, സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന BJP ഇന്റലക്ച്വൽ സെൽ കൺവീനർ എന്ന വിശേഷണത്തിലായിരുന്നു എന്റെ കൗതുകം. ഞാൻ രാജു ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇന്റലക്ച്വൽ ആവാനുള്ള ശ്രമം നടത്തുന്ന കാലമായിരുന്നു അത്. ലോകത്തിൽ തന്നെ ഒരു പാർട്ടിയിൽ ഇന്റലക്ച്വലുകൾക്ക് മാത്രം ഒരു സെല്ലുണ്ടെന്നും അതിന് ഒരു കൺവീനർ ഉണ്ടെന്നതും എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഈ സെല്ലിൽ മെമ്പർഷിപ്പ് കിട്ടുവാൻ വേണ്ട യോഗ്യത എന്തായിരിക്കുമെന്നായി പിന്നീട് അങ്ങോട്ട് എന്റെ ആലോചന. ജി, അഡ്വക്കേറ്റ് ജയശങ്കർ, രാഹുൽ ഈശ്വർ ഒക്കെയായിരുന്നു അക്കാലത്തെ പ്രധാന പാനലിസ്റ്റുകൾ. ജയശങ്കർ ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ ഏതൊക്കെയോ കാലത്ത് നടന്ന എന്തൊക്കെയോ പറഞ്ഞ് തന്റെ ഓർമ്മശക്തി കാണിച്ച് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തും. രാഹുൽ തലയിൽ ഒരു ഇലാസ്റ്റിക്കും കെട്ടിവന്ന് വേറെ എന്തൊക്കെയോ പറയും. പ്രേക്ഷകർക്ക് കൗതുകമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ജി ആയിരുന്നു. മോദി, ഡോവൽ, അമിത്ഷാ എന്നിവർ ലോകം മുഴുവൻ നടത്തുന്ന അത്ഭുത പ്രവർത്തികൾ അദ്ദേഹം വിവരിക്കുന്നത് കേൾക്കുമ്പോൾ ആരും ആരാധനമൊത്ത് ഭക്തരായി പോകും. അദ്ദേഹമായിരുന്നു കേരളത്തിലെ ആദ്യ റൈറ്റ് വിംഗ് ഷോക്ക് ജോക്ക്. അമേരിക്കയിലും മറ്റും ഫോക്സ് ന്യൂസ് പോലുള്ള TV, റേഡിയോ അവതാരങ്ങൾ തങ്ങളുടെ വലത് റേസിസ്റ്റ് വൈറ്റ് സൂപ്പർമാസിസ്റ്റ് ഓഡിയൻസിനെ മൂപ്പിച്ച് സുഖിപ്പിച്ച് കാശുണ്ടാക്കാൻ നടത്തുന്ന എല്ലാ ട്രിക്കുകളും ജിയുടെ കയ്യിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും പോകാനോ അറിയാനോ സാധ്യതയില്ലാത്ത ഏതോ ദിക്കുകളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും അതിന്റെ ഫലം 2-3 കൊല്ലത്തിനകം വിവരമില്ലാത്ത നിങ്ങൾ കേൾവിക്കാർക്ക് മനസ്സിലാവും എന്നതാണ് പ്രധാന തീം. അതിനുശേഷം നമ്മൾ സൂപ്പർ പവർ ആകും, ലോകം ഭരിക്കും, പണക്കാരാകും എന്നൊക്കെ. 50-100 കൊല്ലത്തിന് ശേഷം എന്നൊന്നും പറയില്ല, 2-3 കൊല്ലം എന്നാലേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകൂ. അത് ഗീബൽസിന്റെ സിലബസിലുള്ളതാണ്. ഇതൊന്നുമായിരുന്നില്ല എന്റെ പ്രശ്നം. അമേരിക്കയിൽ ലോങ് ഡ്രൈവ് ചെയ്യേണ്ടി വരുമ്പോൾ സിറ്റി വിട്ടാൽ പിന്നെ പാട്ട് കേൾക്കാൻ FM റേഡിയോ കിട്ടില്ല. കിട്ടുന്ന AM റേഡിയോ മുഴുവൻ ഇവന്മാരാണ്. ഞാനിത് ഒരുപാട് കേട്ടിട്ടുള്ളതുമാണ്. എന്റെ ചിന്ത, ഇന്റലക്ച്വൽ സെല്ലിൽ മെമ്പർഷിപ്പ് കിട്ടാൻ എന്തായിരിക്കും വേണ്ടി വരിക? വനിതാ സെല്ലിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വനിതയായാൽ മതി, സ്റ്റുഡന്റ് സെല്ലിൽ സ്റ്റുഡന്റ് ആയാൽ മതി. ഇതൊക്കെ തെളിയിക്കാൻ എളുപ്പമാണ്. ഇന്റലക്ച്വൽ സെല്ലിൽ മെമ്പർ ആവാൻ ഇന്റലക്ച്വൽ ആവണമെന്ന് ഉറപ്പാണ്. അതെങ്ങനെ തെളിയിക്കും? ജി സംസ്ഥാന കൺവീനർ ആണെങ്കിൽ ജില്ലാ കൺവീനർ വേറെ ഉണ്ടാകും. താലൂക്ക്, മണ്ഡലം, പഞ്ചായത്ത് തലത്തിലൊക്കെ കൺവീനർമാരും മറ്റു ഭാരവാഹികളും ഉണ്ടാകും. അസംഖ്യം മെമ്പർമാരും. കേരളത്തിൽ ഇത്രയും ഇന്റലക്ച്വൽസ് ഉണ്ടാകുമോ? അവരുടെ മെമ്പർഷിപ്പ് ഫോമിൽ എന്തായിരിക്കും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക? സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയോ, അതോ വേറെ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തണമോ? പിന്നെ പല പ്രാവശ്യം വാട്സപ്പായും സോഷ്യൽ മീഡിയയായും ജി വീഡിയോസ് എന്റെ മുമ്പിലേക്ക് വന്നു. ഓരോ പ്രഖ്യാപനവും പ്രവചനവും 2 കൊല്ലം കഴിയുമ്പോഴേക്ക് അദ്ദേഹം തന്നെ മറക്കും. പഴയ ആരാധകർ വിട്ടുപോകാതിരിക്കാൻ പുതിയ പ്രവചനങ്ങൾ ഇറക്കും. ഡോവലിനെ ക്രമേണ അദ്ദേഹം കൈവിട്ടു. മോദിയുടെ വിദേശയാത്രകൾക്ക് മോദി തന്നെ കാണാത്ത വ്യാഖ്യാനങ്ങൾ ഇറക്കലായി പ്രധാന പണി. മോദി യുഗോസ്ലാവിയയിൽ പോയത് മെഡിറ്ററേനിയൻ ഇന്ത്യയുടെ കയ്യിലാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ നോക്കുന്നത് ഇന്ത്യക്ക് എയർഫീൽഡ് പണിയാനാണ് എന്നൊക്കെ ഓരോ തള്ളും. അദ്ദേഹത്തിന്റെ ആരാധകർ വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോ എന്നും വേറെ ആരും പറയാത്തത് ജി പറയുന്നു എന്നുമൊക്കെ കമന്റ് ഇടും. പിന്നെ കുറെ കാലം ഇസ്രയേലിനെ പുകഴ്ത്തലായി. ഇസ്രയേലുകാരുടെ ബുദ്ധി, അവരുണ്ടാക്കുന്ന സ്പൈവെയറുകളുടെ സാമർഥ്യം, മനുഷ്യരെ കൊല്ലാനുള്ള അവരുടെ കഴിവ് എന്നിവയുടെ ആരാധന കലർന്ന വിവരണമായി. പിന്നെ കുറെ കാലം രവിചന്ദ്രൻ ഫാൻസ് ജി ഫാൻസായും ജി ഫാൻസ് രവിചന്ദ്രൻ ഫാൻസായും മാറിക്കൊണ്ടിരുന്ന കേരളത്തിലെ സോഷ്യൽ ഡാർവിനിസത്തിന്റെ സുവർണകാലം. അതിനിടയ്ക്ക് എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, പ്രധാന വാർത്താ ചാനലുകൾ അദ്ദേഹത്തെ വിളിക്കാതെയായി. ഇക്കാലമൊക്കെ ഇന്റലക്ച്വൽ സെൽ മെമ്പർഷിപ്പ് കിട്ടുന്നത് എങ്ങനെയെന്ന അന്വേഷണത്തിലായിരുന്നു ഞാൻ. പണ്ട് പുകസ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. എന്റെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന കുട്ടിക്കൃഷ്ണൻ മാഷ് അതിന്റെ നേതാവായിരുന്നു. അതിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത് എഴുത്തുകാർക്കാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്റലക്ച്വൽ സെല്ലിന്റെ യോഗ്യത ആരും പറഞ്ഞില്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് BJPക്കാരോട് അന്വേഷിച്ചു. അവർക്കാർക്കും അതിനെക്കുറിച്ച് വലിയ പിടിയുണ്ടായിരുന്നില്ല. അവരിൽ പലരും വിദ്യാർത്ഥി വിഭാഗത്തിലും യുവജന വിഭാഗത്തിലും മെമ്പർമാരായിരുന്നു. മറ്റുള്ളവർ വെറും സംഘികളും, ബാക്കിയുള്ളവർ ചാണക സംഘികളും. ഇന്റലക്ച്വൽ സെല്ലിലുള്ള ആരെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്റെ അടുത്ത ഒരു BJP സുഹൃത്ത് ഏതെങ്കിലും ഒരു ഇന്റലക്ച്വൽ സെൽ മെമ്പറെ കാണുകയാണെങ്കിൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഞാൻ കാത്തിരുന്നു.
അതിനിടയിൽ TG പുതിയ ഐറ്റംസ് ഇറക്കി തുടങ്ങിയിരുന്നു. എങ്ങനെയെങ്കിലും 4 ആള് കണ്ടാൽ $10 ഉണ്ടാക്കാമല്ലോ എന്ന് കരുതുന്ന യൂട്യൂബ് ചാനലുകൾ മുഴുവൻ TGയെ ക്ഷണിച്ചു. TG സന്തോഷത്തോടെ അവിടെയൊക്കെ ചെന്ന് ഇന്റർവ്യൂ കൊടുത്തു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം പുതിയ നമ്പറുകൾ ഇറക്കുന്നത്. ഭക്ഷണം ഹലാലാക്കാൻ ദിവസം മുഴുവൻ തുപ്പൽ ജോലി ചെയ്യുന്ന ആളുകളെ തനിക്കറിയാമെന്നും കേരളത്തിൽ നിന്ന് സിറിയയിൽ പോയ 36,000 പെൺകുട്ടികളുടെ ലിസ്റ്റ് കയ്യിലുണ്ടെന്നുമൊക്കെയായിരുന്നു TGയുടെ പുതിയ കഥകൾ. കറുത്തവരും തവിട്ട് നിറക്കാരും യൂറോപ്പിൽ കുടിയേറുന്നത് കൊണ്ട് വെള്ളക്കാരുടെ സംസ്കാരം നശിച്ചു പോകുന്നതിൽ അദ്ദേഹം ഉത്കണ്ഠാകുലനായിരുന്നു. കുരങ്ങനെ പോലെയുള്ള എംബാപ്പെ എങ്ങനെ വെളുവിള വെള്ളക്കാർ മാത്രമുള്ള ഫ്രഞ്ച് ടീമിലെത്തിയെന്ന് അദ്ദേഹം വ്യാകുലപ്പെട്ടു. TGയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പതിവ് പോലെ യൂട്യൂബിൽ ഒരുപാട് ലൈക്കും ഷെയറും ബെൽ ബട്ടണും കിട്ടി. കുറെ ചാനലുകാർക്ക് ഡോളറും കിട്ടി. ഒരുപക്ഷെ യൂറോപ്പിലെ വെള്ളക്കാരുടെ കഷ്ടപ്പാട് ആലോചിച്ചാകും അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. TGക്ക് സ്വന്തം ചാനലായി. തനിക്ക് തള്ളാൻ വേറൊരു തെണ്ടിയുടെയും സഹായം വേണ്ട എന്ന നിലപാടിലെത്തിയ TG ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് സ്വയം തന്നെ പ്രഭാഷണം തുടങ്ങി. അങ്ങനെ ഒരു പ്രഭാഷണത്തിലാണ് പെണ്ണുങ്ങളിൽ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും സമരക്കാരെ വളഞ്ഞിട്ട് വെടിവെച്ചിട്ട ശേഷം ശവം പെറുക്കിക്കൊണ്ടു പോകണമെന്നുമൊക്കെയുള്ള അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും അവഹേളനപരവുമായ പരാമർശങ്ങൾ വന്നത്. പ്രത്യേകിച്ച് അത്ഭുതത്തിനൊന്നും വകയില്ല. ഇത്തരക്കാരുടെ സ്വാഭാവിക പരിണാമമാണ്. അവഗണിക്കേണ്ടതല്ല. കേസെടുക്കണം, ശിക്ഷിക്കണം. TGയോട് പ്രതിഷേധിക്കുമ്പോൾ മാത്രം മിക്ക മലയാളികൾക്കും തികട്ടി വരുന്ന വൃദ്ധരോടും അബലരോടുമുള്ള പുച്ഛമാണ് ഇക്കാലത്ത് ഞാൻ കണ്ട ഏറ്റവും അവജ്ഞാകരമായ കാര്യം. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തെ പരിഹസിച്ച് കിഴവൻ, തന്ത, തന്തപ്പടി, പടുകിഴവൻ എന്നൊക്കെ വിളിക്കാൻ മാത്രം നമ്മുടെ വൃദ്ധജനങ്ങൾ മലയാളികളോട് എന്ത് അക്രമമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ശാരീരിക അവശതകളെ നോക്കി ഊതിയാൽ പറന്നു പോകുന്നവൻ, ശ്വാസം വിട്ടാൽ കുഴഞ്ഞു വീഴുന്നവൻ എന്നൊക്കെ വിളിക്കുന്നവർ തങ്ങൾ ഒരു കാലത്തും അവശരാകില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടാകുമോ? മലയാളത്തിൽ പ്രമുഖ ഫേസ്ബുക്ക് എഴുത്തുകാരിൽ ഒരാൾ എഴുതിയത് മൂത്രമൊഴിച്ചാൽ കൊമേഡിൽ വീഴണമെങ്കിൽ വയാഗ്ര കഴിക്കേണ്ടി വരുന്ന ആൾ എന്നാണ്. വാർദ്ധക്യ വിരുദ്ധത, അബലരോടുള്ള പുച്ഛം, ബോഡി ഷേമിംഗ്, സ്ത്രീ വിരുദ്ധത, ജാതി അവഹേളനം, ദരിദ്രരോടുള്ള അവജ്ഞ എന്നിവയില്ലാതെ 4 തെറി വിളിക്കാൻ മലയാളികൾ എന്നാണ് പഠിക്കുക. ഇന്റലക്ച്വലുകളെ തേടിയുള്ള എന്റെ അന്വേഷണത്തിന് അതിനിടയിൽ ഒരു പരിഹാരമായി. നേരത്തെ പറഞ്ഞ BJP സുഹൃത്ത് അവസാനം ഒരു ഇന്റലക്ച്വൽ സെൽ മെമ്പറെ കണ്ടുപിടിച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഇന്റലക്ച്വൽ സെൽ മെമ്പർഷിപ്പ് കിട്ടാൻ എന്താണ് യോഗ്യത എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നന്നായി വായിക്കണം, അത്യാവശ്യം എഴുതണം, കാര്യങ്ങളെ നന്നായി വിശകലനം ചെയ്യാൻ കഴിയണം. അയാൾ പറഞ്ഞു. നിങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് അടുത്ത കാലത്ത് വായിച്ചത്? അയാൾ വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നറിഞ്ഞാൽ ഞാൻ വായിച്ച പുസ്തകങ്ങളുമായി താരതമ്യപ്പെടുത്തി ഞാൻ ഇന്റലക്ച്വൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് വെച്ചാണ് ചോദിച്ചത്. അടുത്തൊന്നും വായിച്ചിട്ടില്ല, അയാൾ പറഞ്ഞു. എന്നാലും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ബാല്യകാല സഖി വായിച്ചിട്ടുണ്ട്, അയാൾ പറഞ്ഞു. എനിക്ക് സന്തോഷമായി. 2ാമത്തെ പ്രാവശ്യം TGയെ കണ്ട കാര്യം പറഞ്ഞാണ് ഈ എഴുത്ത് തുടങ്ങിയത്. ആദ്യത്തേത് എപ്പോഴായിരുന്നു എന്നറിയാൻ ചിലർക്കൊക്കെ കൗതുകമുണ്ടാകും. UPAയുടെ 2ാം പാദത്തിൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയാണ് കോൺഗ്രസ് ജയിക്കുന്നത് എന്ന് BJP കാര്യമായി പ്രചരിപ്പിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന LK അദ്വാനി പാർലമെന്റിൽ അത് ഉന്നയിച്ചിരുന്നു. BJP വക്താവ് ഒരു പുസ്തകം തന്നെ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് കോൺഗ്രസുകാരും വാദിച്ചിരുന്നു. രാഷ്ട്രീയക്കാർ നിന്ന നിൽപ്പിൽ എങ്ങനെ യൂട്ടൺ അടിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് വോട്ടിംഗ് മെഷീൻ കഥ. അതവിടെ നിൽക്കട്ടെ. ടെക്നോളജി രംഗത്ത് ജോലി ചെയ്തിരുന്ന ഞങ്ങൾക്കിടയിൽ വോട്ടിംഗ് മെഷീൻ അന്നൊരു ചർച്ചയായിരുന്നു. അന്നൊരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. താൻ ഒരു എഞ്ചിനീയർ ആണെന്നും യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി എന്നെപ്പോലെ മനസ്സിലാവുന്ന വേറെ ആരുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു വോട്ടിംഗ് മെഷീൻ കയ്യിൽ വെച്ച് അതെങ്ങനെ ഹാക്ക് ചെയ്ത് കൃത്രിമം കാണിക്കാമെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വിവരിക്കുന്ന മെലിഞ്ഞ സുന്ദരനായ ഒരു മനുഷ്യനായിരുന്നു ആ വീഡിയോയിൽ. TG.